ിക്കുന്നു 5 ദിവസം നീളുന്ന നൃത്തോത്സവത്തിൻ്റെ 2ാം ദിനത്തിലെ പരിപാടികളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശിഷ്ടാതിഥികളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാഡം മ്യൂസ് മേരി, ഡോക്ടർ ജോർജ് അണക്കൂർ, ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, ശ്രീ സദനം ഹരികുമാർ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂർ, ശ്രീ റോബിൻ സേവ്യർ, ശ്രീമതി വിമല മേനോൻ, ഏവരെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വീണ ഹരി, ശ്രീമതി ഡോക്ടർ അനിത ഹെഗ്ഡെ, ഡോക്ടർ കപില വാത്സ്യായൻ. ഇന്ത്യൻ ടെമ്പിൾ ആർട്സ്, ഫോക്ക് ആൻഡ് വില്ലേജ് ആർട്ട് ഫോംസ്, ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഇവയെല്ലാം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പ്രചരിപ്പിച്ച പ്രധാന വ്യക്തി. വിശ്വഭാരതി സർവകലാശാലയിൽ നിന്ന് കലകൾ അഭ്യസിച്ചു. മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിൽ താമസിച്ച് കഥകളിയും മോഹിനിയാട്ടവും കൂടിയാട്ടവും അഭ്യസിച്ചു. കൂടിയാട്ടത്തിന് യുനെസ്കോയുടെ ഹെറിറ്റേജ് സ്റ്റേറ്റസ് ലഭിച്ചത് ഡോക്ടർ കപിലയുടെ ശ്രമഫലമായാണ്. ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ ചെയർപേഴ്സണായിരുന്നു. കൂടിയാട്ടം ഗുരു മാണിമാധവ ചാക്യാർക്കൊപ്പം സ്വദേശത്തും വിദേശത്തും കലയുടെ പ്രചാരണാർത്ഥം പരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സതീർത്ഥ്യ കൂടിയായിരുന്ന ഇവർ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. പെർഫോം ചെയ്യാൻ വേദി കിട്ടാതിരുന്ന ആർട്ടിസ്റ്റുകൾക്കും ആർട്ട് ഫോംസിനും സെൻറ്റർ ഫോർ ആർട്സിലും വിദേശ രാജ്യങ്ങളിലും വേദിയൊരുക്കിയത് ഡോക്ടർ കപില വാത്സ്യായനാണ്. മുൻ രാജ്യസഭാംഗമായിരുന്നു. 2020 നവംബറിൽ കേരളമാണ് ഡോക്ടർ കപില വാത്സ്യായൻ എന്ന കലാകാരിക്ക് ഈ ലോകത്ത് തന്നെ ആദ്യമായി ഒരു ട്രിബ്യൂട്ട് നൽകിയത്. ആ നൃത്തോത്സവത്തിൻ്റെ അമരത്ത് നിന്നത് ഭാരത് ഭവനും. ഇത് സാക്ഷ്യപ്പെടുത്തിയത് IGNCA. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഔപചാരികമായ ചടങ്ങ് മാനവഗീതത്തോടെ ആരംഭിക്കുന്നു. ശ്രീമതി സിന്ധു പ്രതാപ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി, കപില ഫെസ്റ്റിവൽ ഡയറക്ടർ, നാടക ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ. വേദിയിലെ അഭിവന്ദ്യനായ അധ്യക്ഷൻ, നമ്മുടെ ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജസ്രോതസ്സായ ജോർജ് ഓണക്കൂർ സാർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മലയാളത്തിൻ്റെ സാംസ്കാരികതയുടെ എല്ലാ പ്രകാശനങ്ങളെയും ഇന്ത്യയിലേക്കും രാജ്യാന്തര തലത്തിലേക്കും എത്തിക്കുന്ന ആരാധ്യനായിട്ടുള്ള വ്യക്തിത്വം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാർ, വേദിയിൽ ഡോക്ടർ സദനം ഹരികുമാർ സാറുണ്ട്. അതുപോലെ തന്നെ സദസ്സിൽ വിമല മേനോൻ ടീച്ചർ ഇരിക്കുന്നുണ്ട്. വിമല മേനോൻ ടീച്ചർ വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സദനം ഹരികുമാർ സാറിനെയും വിമല മേനോൻ ടീച്ചറെയുമാണ് ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. വേദിയിലെ അനിത ഹെഗ്ഡെ, അതുപോലെ തന്നെ സദസ്സിലെ പ്രിയപ്പെട്ടവരെ, കപില വാത്സ്യായൻ കലയുടെ സമസ്ത മേഖലകളിലേക്കും തൻ്റെ പ്രതിഭാ പ്രസരണങ്ങൾ പ്രകാശിപ്പിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ
കപില വാത്സ്യായന്റെ പേരിലുള്ള ഒരു ഫെസ്റ്റിവലിൽ അവർ സഞ്ചരിച്ച വഴികൾ നമുക്കറിയാം. ഇന്ത്യൻ വാസ്തുശാസ്ത്രമായാലും ശില്പകലയായാലും കലയുടെ സൗന്ദര്യശാസ്ത്ര ബോധങ്ങളായാലും നൃത്തകലയായാലും എല്ലാ മേഖലയിലും കൂടിയാട്ടത്തെയൊക്കെ കപില രാജ്യാന്തര തലത്തിലേക്ക് യുനെസ്കോയുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഉയർത്തിയ കാര്യം നമുക്കറിയാം. അപ്പൊ ഇന്ത്യൻ കലയുടെ അംബാസിഡർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, കേരളീയ കലകളെ അത്രമേൽ ഉപാസിച്ച വ്യക്തിത്വം എന്ന രീതിയിൽ കപില വാത്സ്യായൻ ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ വളരെ വിസ്തൃതമാകേണ്ടുന്ന കലകൾ തമസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലേക്കും ഇവിടെ ഇത്തരം ഒരു മലയാളത്തിന്റെ പച്ചപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള കലകളുണ്ട്, ആ കലകൾ ലോക ശ്രദ്ധയിലേക്ക് വരണം, അതിന് വല്ലാത്ത ചൈതന്യമുണ്ട് എന്ന് ലോകത്തെ വിളിച്ചറിഞ്ഞ മഹനീയ വ്യക്തിത്വത്തിന്റെ ഓർമ്മ പുതുക്കേണ്ടത് സാംസ്കാരിക മേഖലയുടെ കടമയും കർത്തവ്യവുമാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാം മാറിക്കൊണ്ട് കപില വാത്സ്യായൻ എന്ന് പറയുന്ന ഉന്നത ശീർഷയായ വ്യക്തിത്വത്തെ നമ്മൾ ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഫെസ്റ്റിവൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ഫെസ്റ്റ് ആയിരുന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ അതായിരുന്നു നമുക്ക് നടത്താൻ സാധിച്ചിരുന്നത്. അന്ന് പത്മശ്രീ പത്മവിഭൂഷണൊക്കെ ലഭിച്ചവരും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ടാലൻസും ഒക്കെ പ്രോഗ്രാമുകൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പലയിടങ്ങളിൽ നിന്നും ഒരുപാട് അഭിനന്ദന കുറിപ്പുകൾ നമുക്ക് ലഭിച്ചു. അതിന്റെ ഊർജ്ജം സമാഹരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് പല തടസ്സങ്ങൾ അങ്ങനെ നിലനിന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഒരുക്കുന്നു. അപ്പോൾ ആ ഒരുക്കുമ്പോൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട നൃത്തകലയിലെ വ്യക്തിത്വങ്ങൾ, അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മശ്രീ പത്മവിഭൂഷൺ കേന്ദ്ര സംഗീത നാടക അക്കാദമി വിന്നർ എന്നൊക്കെയുള്ള രീതിയിലുള്ള സീനിയർ ആയിട്ടുള്ള നർത്തകന്മാരുടെ അവതരണങ്ങൾക്കാണ് രണ്ടാം അധ്യായം പത്മവിഭൂഷൺ കപില വാത്സ്യായന്റെ പേരിലുള്ള ഈ നൃത്തോത്സവം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പം അതിന് ഓരോ ദിവസവും നമ്മുടെ ട്രിബ്യൂട്ടറി സ്പീച്ച് ഉണ്ട്. ഇന്നിപ്പം ഗുരു വിപിൻ സിംഗിനെ കുറിച്ച്, മണിപ്പൂരി നൃത്തകലയെ കാലോചിതമായിട്ട് പരിഷ്കരിച്ച നൃത്താചാര്യൻ ഗുരു വിപിൻ സിംഗിനെ കുറിച്ച് പത്മശ്രീ ദർശന ജാവേരിയുടെ ട്രിബ്യൂട്ടറി സ്പീച്ച് ഉണ്ട്. അത് റെക്കോർഡഡ് വേർഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും പ്രധാന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. ഹോമേജ് ഫിലിം പ്രദർശനം ഇങ്ങനെയൊക്കെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. മൗനം ഒരു മുദ്രയാണ്, മൗനവും ഒരു മുദ്രയാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് കപില വാത്സ്യായൻ. അതുകൊണ്ട് തന്നെ നൃത്തകലയ്ക്കും അവതരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓരോരുത്തരുടെയും പേരുകൾ എടുത്ത് സ്വാഗതം ആശംസിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഇവിടെ വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്, ഇവിടെ ഇതുമായിട്ട് സഹകരിക്കുന്ന മനസ്സ് ഉള്ളവരാണ്. എങ്കിലും ഔപചാരികത പേരിൽ മ്യൂസ് മേരി ടീച്ചറെ സർവ്വവിജ്ഞാനകോശത്തിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലും എഴുത്തുകാരി എന്നുള്ള രീതിയിലും അധ്യാപിക എന്നുള്ള രീതിയിലുമൊക്കെ തൻ്റെ സവിശേഷമായിട്ടുള്ള സാന്നിധ്യം കേരളത്തെ അറിയിക്കുന്ന പ്രിയപ്പെട്ട മ്യൂസ് മേരി ടീച്ചറെ ഇതിൻ്റെ വിശിഷ്ടാതിഥിയായിട്ട് സദയം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശിവൻകുട്ടി സഖാവായിരുന്നു വരേണ്ടിയിരുന്നത്. അദ്ദേഹം മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം MM ലോറൻസ് സാറിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് എറണാകുളത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത്. വേറൊരു ദിവസം അദ്ദേഹം സാന്നിധ്യം അറിയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. വേദിയിലുള്ള അധ്യക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണക്കൂർ സാറിനോട് നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഓണക്കൂർ സാറിനോട് ചോദിക്കുമ്പോൾ അതിനൊരു വഴി പറഞ്ഞു തരും. ആ വഴി നമുക്ക് വലിയൊരു വെളിച്ചവും നമ്മുടെ മാർഗത്തിന് എപ്പോഴും സുഗമമായ സഞ്ചാരത്തിന് അനുയോജ്യവുമാകാറുണ്ട്. ഓണക്കൂർ സാറ് നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ ആഹ്ലാദമുള്ള കാര്യമാണ്. ഏറെ വിനയത്തോടെ ആദരവോടെ ജോർജ് ഓണക്കൂർ സാറിനെ ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണമൂർത്തി സാറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത്തരം രീതിയിലുള്ള നൃത്തകലകളും നാടകങ്ങളായാലും മറ്റു വൈവിധ്യമാർന്ന രംഗകലകളായാലും ചലച്ചിത്രമായാലും അതിൻ്റെ പ്രാധാന്യത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ സൂര്യ നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്, ചരിത്രപരമാണ്. അത്തരം ചരിത്രപരമായിട്ടുള്ള ദൗത്യത്തിൻ്റെ മുൻനിര പോരാളിയായി അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സവിശേഷ വ്യക്തിത്വം ഈ രംഗവേദിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് കപില വാത്സ്യായനെ മാനിക്കുന്ന ആദരിക്കുന്ന ഒരു ചടങ്ങിന്, ഒരു നൃത്തോത്സവത്തിന് ഏറെ പകിട്ടേകുന്നുണ്ട്. ഏറെ ആദരവോടെ സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ സവിനയം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഡോക്ടർ സദനം ഹരികുമാർ സാർ സമസ്ത മേഖലയിൽ സംഗീതത്തിൻ്റെ, അതുപോലെ തന്നെ കഥകളിയുടെ, ശില്പശാസ്ത്രത്തിൻ്റെ ഒക്കെ മേഖലകളിൽ തൻ്റെ പ്രാവീണ്യമറിയിച്ച അധ്യാപകൻ എന്നുള്ള രീതിയിൽ, വാഗ്മി എന്നുള്ള രീതിയിൽ, എല്ലാ രീതിയിലും തൻ്റെ വൈദഗ്ധ്യം അറിയിച്ച സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ സദനം ഹരികുമാർ സാർ. സദനം ഹരികുമാർ സാറിനെ ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം വിമല മേനോൻ ടീച്ചർ. വിമല ടീച്ചർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഭാരത് ഭവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമുക്ക് ഏറെ പ്രോത്സാഹനം തരുന്ന വ്യക്തിത്വമാണ്. ഭാരത് ഭവന് എന്നല്ല, കേരളത്തിൻ്റെ എല്ലാ നൃത്ത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ടീച്ചറുടേതായിട്ടുള്ള വാത്സല്യവും ലാളനയും അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പം അത്തരം രീതിയിലുള്ള ഒരു സവിശേഷ വ്യക്തിത്വം വിമല മേനോൻ ടീച്ചർ നമ്മുടെ ഇവിടെ ഇന്ന് ഈ കപില വാത്സ്യായൻ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിനത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുണ്ട്. വിമല മേനോൻ ടീച്ചർ വേദിയിലേക്ക് വരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വിമല മേനോൻ ടീച്ചറെ വേദിയിലേക്ക്. ടീച്ചർക്ക് ഇതിവിടെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രശ്നം, കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ മുൻനിരയിൽ ഇരിക്കുന്നത്. ടീച്ചറെ ഏറെ ആദരവോടെ സ്നേഹാദരം സസ്നേഹം ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് സവിനയം സ്വാഗതം ആശംസിക്കുന്നു. അനിത ഹെഗ്ഡെ കർണാടക അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഭാരത് ഭവന്റെ കമ്മിറ്റിയിൽ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുന്ന വ്യക്തിത്വമാണ്. കേരളീയ കലകളെയും സാഹിത്യത്തെയും ഒക്കെ അതുപോലെ സ്നേഹിക്കുകയും ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ശ്രീമതി അനിത ഹെഗ്ഡെയെ സ്നേഹാദരം ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്, ഓരോ രംഗങ്ങളിൽ അടയാളപ്പെട്ടവരാണ്. ഓരോരുത്തരെയും സ്നേഹാദരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2 നൃത്തവിരുന്നുകൾ, മണിപ്പൂരിയും സത്രിയ നൃത്തത്തിൻ്റെയും ഒക്കെ വലിയ രീതിയിലുള്ള ആസ്വാദനത്തിന് വകവയ്ക്കുന്ന അവതരണങ്ങൾ ഇവിടെ നടക്കും. അതിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. അതുപോലെ തന്നെ ഇത് ഓൺലൈനായിട്ടും ഒരുപാട് പേര് കാണുന്നുണ്ട്. അവർക്കും ഇവിടെ സാക്ഷ്യം വഹിക്കാൻ നേരിട്ടെത്തിയവർക്കും ഒരിക്കൽ കൂടി സ്നേഹാദരം സുസ്വാഗതം. അധ്യക്ഷ ഭാഷണത്തിലേക്ക് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോർജ് ഓണക്കൂർ. എഴുത്തുകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്. അദ്ദേഹം തിരക്കഥയൊരുക്കിയ നിരവധി മലയാള ചലച്ചിത്രങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നല്ലൊരു അധ്യാപകൻ, പിന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ മിസ് മേരി ജോർജ്, പ്രിയങ്കരനായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, ബഹുമാനായ സദനം ഹരികുമാർ, ഏറ്റവും പ്രിയപ്പെട്ട വിമല മേനോൻ ടീച്ചർ, മോസ്റ്റ് റെസ്പെക്റ്റഡ് ശ്രീമതി അനിത ഹെഗ്ഡെ, പ്രിയങ്കരനായ പ്രമോദ് പയ്യന്നൂർ, പ്രാർത്ഥനാ ഗീതം ആലപിച്ച ശ്രീമതി സിന്ധു പ്രതാപ്, മറ്റ് ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ വേദിയിൽ നിൽക്കുന്നു. വിമല ടീച്ചർ അവിടെ ഇരിക്കുന്ന ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞു. എനിക്കൊണ്ട് പ്രശ്നം, പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് അഭിനയിക്കുന്നവൻ ആയതുകൊണ്ട് ലൈറ്റ് മുഖത്ത് അധികം അടിച്ച് അങ്ങനെ അപകടം സൃഷ്ടിക്കാറില്ല. ക്യാമറയ്ക്ക് പിന്നിലാണ് എപ്പോഴും നിൽക്കുക. കഥ എഴുതുന്നവനും സംവിധാനം ചെയ്യുന്നവൻ്റെയും എല്ലാ സ്ഥാനം അവിടെയാണല്ലോ, ക്യാമറയ്ക്ക് പുറകിലാണ്. അപ്പോൾ വേദിയിൽ അഭിനയിക്കുന്ന ആളുകൾ, ഇവിടെയും ആദരപൂർവം നാം സ്നേഹം പ്രകടിപ്പിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ശ്രീ സദനം ഹരികുമാറുണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ വിമല മേനോൻ ടീച്ചർ ഉണ്ട്. വളരെ സമാദരണീയരായ 2 വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് ഈ വേദിയിൽ നാം ആദരിക്കുന്നത്.
ആദ്യമായി ഞാനൊരു വാക്ക് പറയട്ടെ. പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ നമ്മുടെ കലാരംഗത്തെ അത്യുജ്വലമായ പ്രതിഭ എന്ന് അടയാളപ്പെടുത്തിയ മാന്യ വ്യക്തിത്വമാണ്, പ്രതിഭയാണ്. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിൽ ഏറ്റവും ആദരണീയയായി തീർന്ന മഹത് വ്യക്തിത്വം. നമുക്കെല്ലാവർക്കും അവരെക്കുറിച്ച് അറിയാം എന്ന് ഞാൻ കരുതുന്നു. ആ ശ്രേഷ്ഠയായ കലാപ്രതിഭയെ അവരുടെ പേരിൽ ഇങ്ങനെ ഒരു ആദര പരിപാടി സംഘടിപ്പിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ അതിൻ്റെ ഒരു പ്രകാശം പരത്തുന്നതിന് ഭാരത് ഭവൻ പ്രിയപ്പെട്ട ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായി എന്നുള്ളത് കലാസ്നേഹികളെ മുഴുവൻ ആഹ്ലാദിപ്പിക്കുന്ന ഒരു സംഭവം ആണ്. അപ്പം അങ്ങനെ അതിശ്രേഷ്ഠമായ ഒരു നൃത്തോത്സവ വേദിയിൽ ഇന്നിപ്പോൾ ഇവിടെ മണിപ്പൂരി നൃത്തം ആണ് അവതരിപ്പിക്കുന്നത്. ഇന്നലെ കഥകളി ആയിരുന്നു. ശ്രീനിവാസൻ ഇവിടെ ഇരിപ്പുണ്ട്, മാർഗിയുടെ സെക്രട്ടറി. ഞാനിതിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി പറയുകയാണ്, മാർഗിയിലെ കലാകാരന്മാർ ഈ വേദിയിൽ ഇന്നലെ സുഭദ്രാഹരണം അവതരിപ്പിച്ചു. അതിൻ്റെ ആഹ്ലാദ അലകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്, ബാക്കിയാകുന്നുണ്ട് എന്നാണ് ഞാൻ വന്നു കയറിയപ്പോൾ റോബിൻ സേവിയറുമൊക്കെ എന്നോട് പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇത് തുടങ്ങിയത് ഒരു കഥകളിയുടെ അവതരണത്തോടു കൂടിയാണ്, സുഭദ്രാഹരണം അവതരിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ശ്രേഷ്ഠ കലകളെ വളരെയേറെ ആദരപൂർവ്വം നാം വീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സംസ്കാര വിനിമയത്തിന് പ്രാധാന്യം നൽകുന്ന കേന്ദ്രമാണല്ലോ ഭാരത് ഭവൻ. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ അർത്ഥം, ആശയം, അതിൻ്റെ സംസ്കാരം ഏറ്റവും മനോഹരമായി പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ. ഭാരത് ഭവൻ വാസ്തവത്തിൽ ഇന്ത്യൻ കലകളെ, ഇന്ത്യൻ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് സ്ഥാപിതമായ മഹാകേന്ദ്രം ആണ്. നമ്മുടെ സാഹിത്യം, നമ്മുടെ സംഗീതം, ചിത്രരചന, നൃത്തം, നാട്യം, സിനിമ ഒക്കെ എന്നിവയെല്ലാം ദേശാതിർത്തികൾ കടന്ന് ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച് ഭാഷയുടെ അല്ലെങ്കിൽ പ്രാദേശിക ഭേദങ്ങളുടെ ഭിന്നതകൾ ഇല്ലാതെ ഒരു മനസ്സോടുകൂടി നമുക്ക് ആഹ്ലാദപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതിൽ സന്ദേഹമില്ല. നമ്മുടെ മറ്റ് പല സാമൂഹിക ഘടകങ്ങളും നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ, നമ്മെ പലതായി കാണാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മെ ഒരുമിപ്പിക്കുന്ന ശക്തി തീർച്ചയായിട്ടും കലയാണ്, സംശയമൊന്നുമില്ല. ഇപ്പം മണിപ്പൂരി നൃത്തം ഞാനും താഴെയിരുന്ന് ആസ്വദിക്കും. എനിക്കതിൻ്റെ ഭാഷ നിശ്ചയില്ല, പക്ഷേ നൃത്തത്തിൻ്റെ ഭാഷ ഉണ്ട്, അത് മതി. അതുപോലെ നമ്മുടെ മോഹിനിയാട്ടം, ടീച്ചർ ഇരിക്കുന്നു, നമ്മുടെ മോഹിനിയാട്ടം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും ആദരപൂർവ്വം സ്വീകരിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഷ നോക്കിയിട്ടല്ല, മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. കഥകളിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ആട്ടക്കഥ പഠിച്ച് അതിൻ്റെ പൂർണ്ണത നേടിക്കൊള്ളണം എന്നില്ല, അല്ലാതെയും ആസ്വദിക്കാം. കാരണം ഓരോ കലാരൂപവും അത് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അത് ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നതേ വേണ്ടൂ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കഥകളിയിൽ തുടങ്ങി നമ്മൾ വിവിധ കലാരൂപങ്ങളിലേക്ക്, വിവിധ നൃത്ത രൂപങ്ങളിലേക്ക് ഈ സന്ധ്യകൾ പ്രകാശപൂർണം ആക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ സദനം ഹരികുമാറിനെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തെ ആദരിക്കുന്നു നമ്മൾ. എന്താ അദ്ദേഹത്തെ ഇത്ര ആദരിക്കാൻ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ സദനം ഹരികുമാർ ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദരപൂർവ്വം അറിയേണ്ട, ആദരിക്കേണ്ട വ്യക്തിത്വമാണത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന
സദനം കുമാരൻ്റെ മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു അടയാളം മാത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. കഥകളി പ്രോത്സാഹിപ്പിക്കുന്നതിന് പേരൂർ ഗാന്ധി സേവാ സദനം വളരെ ശ്രദ്ധ ചെലുത്തിയ ഒരു ഘട്ടം നമ്മൾ ഓർമ്മിക്കുന്നു. ശ്രീ ഹരികുമാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം എല്ലാ രംഗങ്ങളിലും ഒരുപോലെ വ്യാപരിക്കുന്ന നമ്മുടെ ഒരു ഒരു കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ അതും ഒരു മോശമാവോ എനിക്കറിയില്ല. ഒരിക്കലും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുക, ആദരപൂർവ്വം പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആട്ടക്കഥാ രചയിതാവാണ്. ഇപ്പോൾ അദ്ദേഹം എഴുതിയ ആട്ടക്കഥകളുടെ ചില പരിഭാഷകൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. അതുപോലെ കഥകളിയിൽ ഡോക്ടറേറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, വളരെ സന്തോഷമുള്ള ഡോക്ടറേറ്റ് ഉള്ള ചില ആളുകളുടെ ഒരു അല്പത്വം ആയിട്ടല്ല ഞാൻ പറയുന്നത്, മഹത്വം ഉള്ള ആളുകൾക്ക് ഈ ഉന്നതമായ ഗവേഷണ ബിരുദം ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ ഞങ്ങളൊക്കെ നേടിയ ഡോക്ടറേറ്റിന് ഒരു അർത്ഥമുണ്ടാകുന്നു എന്ന് ഓർമ്മിച്ച് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഥകളിയിൽ ഡോക്ടറേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ പട്ടാമ്പിക്കടുത്ത് സദനം കളരിയും കളിയോഗവും അദ്ദേഹം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരിക്കൽ അവിടെ പോയി അത് നേരിട്ട് കാണണം, നല്ല അവസരമുണ്ടാകണമെന്ന് ഞാൻ ഇന്നലെ ശ്രീനിയോട് പറയുകയായിരുന്നു. തീർച്ചയായും സന്തോഷമാണ്. കർണാടക സംഗീതജ്ഞനാണ് അദ്ദേഹം. കർണാടക സംഗീതജ്ഞൻ എന്ന് മാത്രമല്ല, കച്ചേരികൾ നടത്തി ആളുകളെ ആനന്ദിപ്പിക്കുന്ന, അവബോധം വളർത്തുന്ന ഒരു വലിയ കലോപാസകൻ കൂടിയാണ് അദ്ദേഹം എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സദനം ഹരികുമാറിനെ ഈ വേദിയിൽ വെച്ച് ആദരപൂർവ്വം സ്നേഹപൂർവ്വം നമ്മുടെ പ്രണാമം അർപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വിമല മേനോൻ ടീച്ചർ, കലാമണ്ഡലം വിമല മേനോൻ എന്ന അനുഗ്രഹീതയായ നർത്തകി, ഒരാമുഖവും വേണ്ട ടീച്ചറിന്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിലൊരു ചെറുപ്പക്കാരികളെല്ലാം അല്ലെങ്കിൽ പ്രായമായവർ എല്ലാം ടീച്ചറിൻ്റെ ശിഷ്യ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയൊരു കലാകാരി. മോഹിനിയാട്ടത്തിൽ അല്ലെങ്കിൽ വിവിധ നൃത്തരൂപങ്ങളിൽ ടീച്ചറിൻ്റെ ഒരു പ്രാഭവം ഒട്ടേറെ പ്രാവശ്യം നേരിട്ട് ബോധ്യപ്പെടാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളല്ലാത്ത ഏതെങ്കിലും നർത്തകിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചറിൻ്റെ ഏറ്റവും രക്തബന്ധമുള്ള ഒരു നർത്തകി എനിക്ക് നന്നായിട്ട് അറിയാം, അത് ബിന്ദുജയാണ്. ഞങ്ങൾ കുട്ടിയായിരിക്കുന്ന കാലത്തൊട്ട് ലാളിച്ച് കൊണ്ട് നടന്ന കലാപ്രതിഭയായിരുന്ന ബിന്ദുജ. ഒത്തിരി ആളുകളുടെ എല്ലാവരും അറിയാം. എല്ലാവരും ഒന്നും എനിക്കറിയില്ല ടീച്ചർ, എങ്കിലും മായയും ബിന്ദുജയും കുട്ടികളെയും എല്ലാവരെയും അറിയാം. ടീച്ചർ ഒരു അത്ഭുതകരമായ പ്രതിഭയാണ്. നമുക്കിടമയിൽ ഇങ്ങനെ എളിമയോടുകൂടി ഒരു ഇളംകാറ്റ് പോലെ, ഒരു സ്നേഹസ്പർശം പോലെ ടീച്ചർ ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ മഹത്വം എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ നല്ല ഗുരുത്വമുള്ള, ശിഷ്യ പാരമ്പര്യമുള്ള, മഹത്വമുള്ള ഒരു അധ്യാപിക, ഒരു ആദരണീയയായ ഒരു നർത്തകി എന്നുള്ള നിലയിലൊക്കെ വളരെ അധികം നമ്മുടെ സ്നേഹവും ഭക്തിയും അർഹിക്കുന്ന മഹാവ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കലാമണ്ഡലം വിമല മേനോൻ എന്ന് ഈ അവസരത്തിൽ പറയുന്നു. ടീച്ചറിന് നമ്മുടെ ആദരം പ്രണാമം അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് മണിപ്പൂരി നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും വാക്കുകൾ പറഞ്ഞ് നിർത്താം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഇത് 7 മണിക്ക് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാനുള്ളതാണ് എന്നുള്ളത് ഞാൻ അറിയുന്നു. അത് സാരമില്ല. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസ് മേരിയും അതുപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തിയും ടീച്ചറും അതുപോലെ തന്നെ ഹരികുമാറും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു 7 ഒക്കെ ആവാം അല്ലേ? അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് വലിയൊരു പ്രസ്ഥാനമാണ്, വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും കലയെ, നൃത്തത്തെ നമ്മുടെ ഈ രീതി ഇവിടെ അതിൻ്റെ ഒരു രീതിശാസ്ത്രം വെച്ച് അതിൻ്റെ മഹത്വത്തിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പ്രഭാവത്തിൻ്റെ ഒരു പ്രകാശനമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം. വെറും ഒരു നൃത്ത ഉത്സവം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നൃത്തത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമ, മഹിമ കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് ഭാരത് ഭവൻ നടത്തുന്നത് എന്ന് വളരെ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഭാരത് ഭവൻ്റെ എല്ലാ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു.
പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂരിന് എൻ്റെ സ്നേഹ ആലിംഗനം. അല്ലാതെ എന്താ പറയുക, ഹി ഈസ് ഗ്രേറ്റ്. പ്രമോദിന് ഞാൻ കൊടുത്തൊരു വാണിംഗ് ഉണ്ട്. പ്രമോദ് അക്ഷരം പ്രതി അനുസരിച്ച് പോന്നു എന്നതിൽ സന്തോഷം. എന്ത് വലിയ പ്രലോഭനം വന്നാലും ഭാരത് ഭവൻ വിട്ടുപോകരുത് എന്ന് ഈ ഇതിൻ്റെ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സമയത്ത് ഞാൻ വളരെ ശക്തമായിട്ട്, കാരണം വേറെ ചില സംഗതികളിലേക്ക് അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ നടത്തുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആ പ്രലോഭനങ്ങളിലൊന്നും വീഴരുത്, ഇതാണ് യഥാർത്ഥ കാമുകി എന്ന് ഭാരത് ഭവൻ എന്ന്. അതുകൊണ്ട് ഭാരത് ഭവനുമായിട്ട് അങ്ങനെ ലയിച്ച് സല്ലപിച്ച് കഴിയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രമോദിന്, സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയാശംസകൾ കൂടി അർപ്പിച്ച് നിങ്ങളെല്ലാവരെയും പ്രണമിച്ച് ഈ സംസാരം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സർ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി മാഡം ശ്രീമതി മ്യൂസ് മേരി, കേരള സർവ്വവിജ്ഞാനകോശം ഡയറക്ടർ, ഒപ്പം എഴുത്തുകാരി മാഡത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഡോക്ടർ സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ സദനം ഹരികുമാർ, ശ്രീമതി അനിത ഹെഗ്ഡെ, ഭാരത് ഭവൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂർ, ശ്രീമതി വിമല മേനോൻ, എൻ്റെ ഏറ്റവും ബഹുമാന്യരായ സഭാവാസികളെ നമസ്കാരം. ഞാനൊരു പകരക്കാരിയാണ്. എന്നുവെച്ചാൽ പ്രമോദ് പയ്യന്നൂരിന് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിന്നത്, ഞാൻ വരാനിടയായത്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം ഈ ഭാരത് ഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബഹുമാനമുള്ള ഒരു അഭിഭാവം എനിക്കുള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്തിയത്. സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കലയോളം സാംസ്കാരിക പരാഗണം നടത്തുന്ന ഒന്നുമില്ല. എനിക്കൊന്നും ബേസിക്കലി ഒരു കൾച്ചറൽ പോളിനേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കലയാണ്. കാരണം മതത്തിൻ്റെ സങ്കുചിതമായിട്ടുള്ള എല്ലാ കമ്പാർട്ട്മെൻ്റലൈസേഷനെയും വംശീയതയുടെയോ യുദ്ധങ്ങളുടെയോ ഒക്കെ ആയിട്ട് എല്ലാ ക്രൂരതകളെയും മറികടന്ന് മാനവികതയെ നിലനിർത്തുവാനും മതാതീതവും വംശീയത്തിൻ്റെയൊക്കെ ആ ആധിപത്യങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള മനുഷ്യത്വത്തെ അത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു രൂപത്തിൽ എത്തിക്കുകയും അങ്ങനെ ലോകവ്യാപകമായി കൾച്ചറൽ പോളിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലയെ നിരന്തരം ഇവിടെ നമ്മൾ കാണുകയും അതിനുള്ള വേദി ഒരുക്കുകയും ചെയ്യണം. ഒപ്പം അത് നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു സാധ്യതയുമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേശങ്ങളിലുള്ള കലാരൂപങ്ങളെ നമ്മൾ ആസ്വദിക്കുക വഴി അഖണ്ഡ ഭാരതത്തെക്കുറിച്ചുള്ള അതിൻ്റെ സാംസ്കാരികമായ അഖണ്ഡതയെക്കുറിച്ചുള്ള ഒരു അവബോധവും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ സദനം ഹരികുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ജനിച്ച ഒരു കത്തോലിക്ക കുടുംബത്തിൽ എനിക്ക് ഒരു കഥകളി പോലും കണ്ടിട്ടില്ല. പക്ഷേ സദനം കൃഷ്ണൻകുട്ടി ആശാന് അത്രമാത്രം വാത്സല്യമുള്ള ഒരാളാണ് ഞാൻ. കലാമണ്ഡലം മനോജ് കുമാർ എൻ്റെ അടുത്ത കൂട്ടുകാരന് സുഹൃത്താണ്. വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു, എന്തുകൊണ്ടായിരിക്കാം ഈ ആർട്ട് ഫോമിനോട് നമുക്ക് ഇത്രമാത്രം താല്പര്യം ഉണ്ടാകുന്നത്? അതാണ്, അത് എല്ലാ തരത്തിലും കമ്പാർട്ട്മെൻറ്റിനെയും അതിലംഘിച്ചുകൊണ്ടാണ് കല നമ്മോട് ഇടപെടുന്നത്. ഏറ്റവും സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. സദനം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ വലിയൊരു പ്രാധാന്യമുണ്ട്. അത് ഒരു ജിയോ പൊളിറ്റിക്സിലല്ല, അത് കൾച്ചറൽ പൊളിറ്റിക്സിലാണ്. ഇതിപ്പം നമ്മൾ യവനിക പറയുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എത്രയോ കാലം മുമ്പുള്ള യവന കൾട്ടിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്ര വർഷം കഴിഞ്ഞിട്ടു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്.
കൂത്തുമാടിച്ച് അരിജിയും കൊടുത്തു. രാജാക്കന്മാർ കലയെ പ്രോത്സാഹിപ്പിച്ചിരുന്നിരുന്ന ഏറ്റവും പഴയ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ചിലപ്പതികാരത്തിൽ പറയൂരെ കൂത്തച്ചക്കനെ കുറിച്ച് പറയുന്നുണ്ട്. ചാക്യാർ അത്ര പഴയ കൾച്ചറലായിട്ടുള്ള ഒരു പ്രസൻസാണ് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പം 2000 വർഷം മുമ്പ് ഇവിടെ കൂത്ത് പെർഫോമൻസ് നടത്തുന്ന ഒരു ആർട്ടിസ്റ്റ് കേരളത്തിലുണ്ട് എന്നുള്ളത് അന്ന് എത്ര യുദ്ധം ഉണ്ടായി എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല, ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചു പോലെ. ഏതായാലും വരാൻ സാധിച്ച ഈ സന്തോഷമുണ്ട്. മിനിസ്റ്റർ ശ്രീ ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ വന്നതാണെങ്കിലും അദ്ദേഹവും ഞാനും തമ്മിൽ ഈ സാംസ്കാരികമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യോജിപ്പും ഇല്ല. പക്ഷേ വിളിച്ചു വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ കലാമണ്ഡലം വിമല മേനോൻ്റെ എനിക്കൊരു മോഹിനിയാട്ടം തന്നെ, അതിൻ്റെ ഒരു നേച്ചർ, ഒരു നെല്ല് തണ്ട് ഇങ്ങനെ ആടുന്നു. ഞാനിങ്ങനെ ഏറ്റവും വിസ്മയത്തോടെ തോന്നിയിട്ടുണ്ട്. നർത്തകിമാരുടെ ആ ശരീരം ഒരു നെല്ലിൻ തണ്ട് പോലെ, കേരളത്തിൻ്റെ ഒരു മണ്ണും കേരളത്തിൻ്റെ സസ്യവും കേരളത്തിൻ്റെ ആർട്ട് ഫോമും തമ്മിൽ ഇത്ര ശരീരപരമായിട്ടുള്ള ഒരു താതാത്മ്യപ്പെടുന്ന ഒരു അവസ്ഥ ഞാനിങ്ങനെ അത് നോക്കിയിരിക്കാറുണ്ട്. ഇവരുടെ ശരീരം അതും വളരെ മന്ദമായിട്ടുള്ള, എന്നാൽ ഒട്ടും ഭയങ്കര ഒരു അഗ്രസീവ് അല്ലാത്ത, വളരെ നമ്മളെ പാസിഫൈ ചെയ്യുന്ന ഒരു കലാരൂപം. അതിൻ്റെ ഞാൻ വിമല മേനോൻ മാഡത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കാണാൻ സാധിച്ചു. എല്ലാറ്റിനും പ്രമോദ് പയ്യന്നൂരിനോട് നന്ദിയുണ്ട്. ഇവിടെ വരാൻ സാധിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ നന്ദി മാഡം. അടുത്തതായി ശ്രീ സൂര്യകൃഷ്ണമൂർത്തി. സൂര്യ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ. ഈ പറഞ്ഞ എല്ലാ കലാരൂപങ്ങളും, ഭാരതത്തിലെ എല്ലാ കലാരൂപങ്ങളും ഭാരതത്തിലുടനീളവും വിദേശത്തും കേരളത്തിൽ മലയാളികളെ, പ്രത്യേകിച്ചും നമ്മൾ തിരുവനന്തപുരത്തുകാരെ കലാകാരന്മാരെയും കലാരൂപങ്ങളെയും പരിചയപ്പെടുത്തിയ കേരളത്തിൻ്റെ കൾച്ചറൽ അംബാസിഡർ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി. അദ്ദേഹം നാടക രചയിതാവാണ്, ഒപ്പം നാടകത്തിൻ്റെ സംവിധായകനാണ്, ഒരു സകല കലാവല്ലഭൻ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സാദരം ക്ഷണിക്കുകയാണ്. വേദിയിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം, സദസ്സിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോമ്പിയർ എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത് എന്നാണ്. അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കില്ല. 2-3 പ്രത്യേകതകളാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, എനിക്ക് സാരമില്ല, പറഞ്ഞോളൂ. ഈ ഫെസ്റ്റിവൽ സാധാരണ ഫെസ്റ്റിവലിൽ നിന്ന് മാറി നിൽക്കുന്നത് പ്രമോദ് പയ്യന്നൂരിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിച്ച ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ്. അത് ഗുരുക്കന്മാർ മാത്രമാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഗുരുക്കന്മാർ ആ മഹാഗുരുവിൻ്റെ സ്ഥാനം കിട്ടുമ്പോൾ അവർക്ക് 55-60 വയസ്സൊക്കെ ആയി കാണും. അവർക്ക് പിന്നെ പെർഫോമൻസിനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. പക്ഷേ പ്രമോദ് പയ്യന്നൂർ വളരെ ധൈര്യമായി അവരെ തന്നെയാണ് ഈ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാനായി വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആരാണ് യഥാർത്ഥ ഗുരു എന്നത് ഞാൻ വളരെ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. എന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് മാതാപിതാ ഗുരുദേവോ മഹേശ്വര, മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്നാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു അർത്ഥം, ഈ ഒരു വ്യാഖ്യാനം ശരിയല്ല എന്നും മാതാവും പിതാവും ഗുരുവും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും അവർക്കൊരിക്കലും ദൈവമാകാൻ കഴിയുകയില്ല എന്നതും ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ്. ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തി ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയാൻ പറ്റൂ. ഒരു നല്ല അച്ഛന് മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തി ഇതാണ് നിൻ്റെ ഗുരു എന്ന് പറയാനാവൂ. അതുപോലെ നല്ല ഒരു ഗുരുവിന് മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തി ഇതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് ഒരാളാണ് ഗുരു എന്നുള്ളത്. 2 ഗുരുക്കന്മാരെ ഇവിടെ ആദരിക്കുകയാണ്. എനിക്കങ്ങനെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു
വലിയ പങ്ക് വഹിച്ചത് വിമലമ്മൻ ടീച്ചറാണ്. എനിക്കത് പറയുന്നതിൽ ഒരു മടിയുമില്ല. അങ്ങനെ ഒരാളെ ആദരിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ സന്തോഷമുണ്ട്. സദനം ഹരികുമാർ അദ്ദേഹം കഥകളിക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു ശില്പിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ശില്പങ്ങളുണ്ട്. കൂടുതലും ഗണപതി വിഗ്രഹങ്ങളായതുകൊണ്ട് എനിക്ക് കൂടുതൽ അടുപ്പവുമുണ്ട്. ഈ രണ്ടുപേരെ ആദരിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. പിന്നീട് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗുരുതുല്യനുമായ ജോർജ് ഓണക്കൂർ സാറാണ്. സാറിനെപ്പറ്റി ഒരു പരദൂഷണം പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ 2-3 സ്ഥലങ്ങളിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ ആ പരദൂഷണം അദ്ദേഹം കേട്ടിട്ടുമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളിൽ അവതാരിക എഴുതിയിട്ടുള്ളത് ജോർജ് ഓണക്കൂർ സാറാണ്. അത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ അറിയണം. ഒരു പുതിയ എഴുത്തുകാരൻ ഒരു നല്ല സൃഷ്ടിയായിരിക്കും അയാൾ കാഴ്ചവെക്കുന്നത്, പക്ഷേ ഒരു പബ്ലിഷറും അയാളുടെ ബുക്ക് സ്വീകരിക്കില്ല. വീട് വിറ്റോ അല്ലെങ്കിൽ പലതും വിറ്റിട്ട് അയാളൊരു പുസ്തകം ഇറക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു അവതാരിക ആരെങ്കിലും എഴുതണം. പ്രശസ്തരായ മിക്ക സാഹിത്യകാരന്മാരും ഇത് വായിക്കാനുള്ള സമയം കണ്ടെത്താറില്ല. പോയിട്ട് പിന്നെ വാന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് എന്ന് പറയും. പക്ഷേ ഒരാളെപ്പോലും ജോർജ് ഓണക്കൂർ സാർ മടക്കി അയച്ചിട്ടില്ല എന്നതാണ് സത്യം. അതാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഇതിൻ്റെ അധ്യക്ഷനാകുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാനായത് എന്ന് ഞാൻ കരുതുകയും ചെയ്യും. മ്യൂസ് മേരി അവർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് കൂടുതലായിട്ടും ഇൻ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന വാക്കിനെ പറ്റിയാണ്. അത് ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന, എത്രയോ 10-50 കൊല്ലമായി ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇൻ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ വലിയ സ്വപ്നമാണ്. അവർ വിശ്വസിച്ചിരുന്നു, ഞാനും വിശ്വസിക്കുന്നു, പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇൻ്റഗ്രേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അവരുടെ ചട്ടുകമായി മാറുന്ന ട്രേഡ് യൂണിയനോ അങ്ങനെയുള്ള മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒന്നും സാധിക്കില്ല. കലാകാരന്മാർക്ക് മാത്രമേ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണ്, ആ തിരിച്ചറിവാണ് ഇൻ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. അതും മ്യൂസ് മേരി ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് രണ്ടാമത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പ്രത്യേകതകളുള്ള ഒരു ഫെസ്റ്റിവലാണിത്. പ്രമോദ് പയ്യന്നൂർ എൻ്റെ ഒരു അനുജനാണ്. ഞങ്ങൾ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം ഇനിയും ഇതുപോലുള്ള മേളകൾ ഒരുക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ മേളയ്ക്കുണ്ടാകട്ടെ. 1 മിനിറ്റിൽ കൂടുതൽ എടുത്തു പോയതിന് കോമ്പിയറോടും എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി സർ. അടുത്തതായി ഇന്ന് ഈ വേദിയിൽ 2 വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയാണ്. ആദ്യമായി ആദരം ഏറ്റുവാങ്ങാനായി ഡോക്ടർ സദനം ഹരികുമാർ സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. ആദരം നൽകുവാനായി ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. പൊന്നാടയും മെമൻറ്റോയുമാണ് നൽകുന്നത്. ഡോക്ടർ സദനം ഹരികുമാർ കേരളത്തിലെ അറിയപ്പെടുന്ന കഥകളി നടൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, ശില്പി, ഗാന്ധി സേവാ സദൻ സെക്രട്ടറി. 5 വർഷം വിശ്വഭാരതി സർവകലാശാലയിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. സദനം ബാലകൃഷ്ണൻ, കലാമണ്ഡലം KG വാസുദേവൻ, സദനം രാമൻകുട്ടി, പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായർ എന്നിവരുടെ ശിഷ്യനാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കഥകളി ഗാന്ധി സേവാ സമിതിയിൽ നിന്നും അദ്ദേഹം കഥകളി വേഷത്തിൽ നേടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഫ്രം കേരള ലളിതകലാ അക്കാദമിയിൽ നിന്നും സ്കൾപ്ചറിന് 2020 പുരസ്കാരം നേടി. നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ടീച്ചർ ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 2013, സീനിയർ ഫെലോഷിപ്പ് ഫ്രം കൾച്ചറൽ മിനിസ്ട്രി 2018, കലാശ്രീ സ്റ്റേറ്റ് അവാർഡ് ഫ്രം കേരള സംഗീത നാടക അക്കാദമി 2015, കഥകളി ആചാര്യ ബൈ കൊല്ലം കഥകളി ക്ലബ്, ഔട്ട്സ്റ്റാൻഡിംഗ് യങ് ഇന്ത്യൻ നാഷണൽ അവാർഡ് ഫ്രം ഇന്ത്യൻ ജൂനിയർ ചേംബർ, കലാജ്യോതി അവാർഡ് ഫ്രം കലാദർപ്പണം. ഇങ്ങനെ പുരസ്കാര പട്ടിക നീളുകയാണ്. കുറച്ച് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ ആദരം ഏറ്റുവാങ്ങുവാനായി, സമ്മാനിക്കുവാനായി ഓണക്കൂർ സാറിനെ അഭ്യർത്ഥിക്കുന്നു.
നന്ദി. അടുത്തതായി ശ്രീമതി വിമല മേനോൻ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ആദരം ഏറ്റുവാങ്ങാനായി ആദരം സമർപ്പിക്കുവാനായി സൂര്യകൃഷ്ണമൂർത്തി സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമതി വിമല മേനോൻ, known popularly as Kalamandalam Vimala Menon, is an Indian dance teacher and Mohiniyattam exponent from Kerala. She is the founder and director of Kerala Natya Academy in Thiruvananthapuram. Srimati Vimala Menon was born in 1943 in Trichur in Kerala. Initially, she trained dance under Tripunithara Vijayabhanu and learned Carnatic music from Madhusudanan Nair. She joined Kerala Kalamandalam in 1960 and studied Mohiniyattam under the eminent gurus Chinnamuamma, Kalamandalam Sadyabhama and Tanjavur Bhaskara Rao. She also learned Kuchipudi dance as a student of Vempati Chinnasatyam and studied Thiruvathirakalli under Malati G. Menon. Srimati Vimala Menon is well known both as a performer and teacher of Mohiniyattam. ഏറെ സ്നേഹത്തോടെ ആദരവോടെ ടീച്ചറെ ഈ ആദരം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുകയാണ്. ആദരം സമ്മാനിക്കുവാനായി സൂര്യകൃഷ്ണമൂർത്തി സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഭാരത് ഭവന്റെ ആദരം, കേരള സാംസ്കാരിക വകുപ്പിന്റെ ആദരം, ഒപ്പം പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ രണ്ടാം ദിനത്തിൽ 2 പ്രശസ്ത കലാകാരന്മാരെ, കേരളത്തിന്, ഭാരതത്തിന്, ലോകത്തിന് സംഭാവന നൽകിയ 2 കലാകാരന്മാരെ ഏറെ സ്നേഹത്തോടെ ആദരിക്കുകയാണ്. ഈ നൃത്തോത്സവത്തിൽ ഓരോ ദിവസവും ഓരോരുത്തർക്കുള്ള ട്രിബ്യൂട്ടായാണ് ഇന്ന് മണിപ്പുരി നൃത്തത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയ, ധാരാളം സംഭാവനകൾ നൽകിയ, ഈയിടെ അന്തരിച്ച മണിപ്പുരി ഡാൻസറും കൊറിയോഗ്രാഫറുമായിരുന്ന ഗുരു ബിപിൻ സിംഗിനെ കുറിച്ച് ശിഷ്യയും മണിപ്പുരി ഡാൻസറുമായ പത്മശ്രീ ദർശന ഝാവേരി ഓൺലൈനിലൂടെ സംസാരിക്കുകയാണ്. തൻ്റെ ഗുരുവിനെ കുറിച്ച് പത്മശ്രീ ദർശന ഝാവേരി. ഗുരു കാണാം. Namaskar. I, Padma Shri Darshana Jhaveri, feel highly privileged to be part of the national festival to give tribute to our great scholar, legendary person, Dr. Kapila Vatsyayan, and I am also grateful to the Bharat Bhavan Kerala who has given me this wonderful opportunity to share our experiences with our revered Guru Bipin Singh for last 50 years. Guru Bipin Singh, the great master, who was a fine dancer, musician, teacher, visionary, choreographer, having creative ability and passion, zest for Manipuri dancing. We 4 sisters were really feel fortunate to have been his prime disciples, who met Guruji in 40s. The 40s, during 40s India, there was an atmosphere of revivalism when Mahatma Gandhi ji and Gurudev Tagore inspired our young generation to revive our rich ancient culture of dance and music. Hence, in 40s, we together presented dance dramas in, of course, Gujarati during 40s, where young boys and girls used to take part. But in 50s, it was little turn. Our dance activities had were research oriented, as we studied and did research work in Manipur to collect and record
the knowledge from various gurus in Manipur, Kachar, Tripura about Ras Leelas and Sankirtan. Then the presentation, when 6 to 8 hours performance goes on, the repetition is there, the slow movements are there, not much variety. So that we had to take into consideration to bring it as short, as condensed as possible. The presentation should be slick. Composition should have that rich variety of technicalities. Because the audience is different. Audience in Manipur, in the temples, they are devotional people. So they are just drawn towards the bhakti ras. And so their attention, their expectation are different. Whereas in the proscenium theatre, the expectation of our present audience, they want the artistic excellence of the items as well as the individual dancer. So that whole emphasis has been changed. So dancer has to be very strong just to impress within 10 minutes or 15 minutes item to the audience and make them feel that experience, that aesthetic experience of Rasanubhuti. After doing research work, correlating the oral tradition with the Shastras, Guruji devised specially the systematic training course for the children, for Manipuri artists as well as outside Manipur. And we established 3 institutions, Manipuri Nartanalaya at Bombay, Calcutta and Manipur in 1972 in order to channelize our manifold activities of teaching, productions, choreography, research, publication and performing all over India and the world. So it was whole composition, the institution, through institutions we could work for all these 50 years, giving lectures, demonstrations, interviews and performances, traveling and publications. So I really feel that we have been able, we were blessed to serve our classical Manipuri dancing all these years under the able guidance of our Guru Bipin Singh. I really feel grateful to Bharat Bhavan Kerala for having such a wonderful initiative to arrange tributary in the name of our Padma Vibhushan, great scholar, great thinker, the legendary Dr. Kapila Vatsayana. I am grateful for giving me this wonderful opportunity. Thank you so much. മണിപ്പുരി ഡാൻസ് മേസ്ട്രോ ഗുരു ബിപിൻ സിംഗിനെ കുറിച്ച് ശിഷ്യയും മണിപ്പുരി ഡാൻസറുമായ പത്മശ്രീ ദർശന ഝാവേരി അനുസ്മരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. അടുത്തതായി ഇന്നീ വേദിയിൽ ആദരിക്കപ്പെട്ട ഡോക്ടർ സദനം ഹരികുമാർ സാറിനെ സാദരം ക്ഷണിക്കുകയാണ് നമ്മോട് സംസാരിക്കുവാനായി. നിഗമം വ്യോമം തിങ്ങുമന്ത്രതാരകങ്ങൾ തൻ നിറവെൺ കതിരായ നിത്യനാം സത്യാത്മാവേ ദേവാനിൻ വെളിച്ചത്തെ
കാണുവാൻ കണ്ണില്ലെങ്കിൽ കേവലം കുരുടനും ഞാനുമായി എന്തോ ഭേദം. അപ്രഭാങ്കുരം വാന പൂവനം തെളിപ്പിപ്പൂ സുപ്രഭാതത്തിൻ ചൂടാരത്നത്തെ ചുവപ്പിപ്പൂ. വായ്ക്കുമന്ധകാരത്തിലാണ്ടുപോം രജനിയെ വാസരമാക്കി ദിവ്യ ചൈതന്യം ജനിപ്പിപ്പൂ. നിന്നനുഗ്രഹദ്രുമം നിത്യവും നനയ്ക്കുവാൻ തന്നരുൾക അടിയനുമേലുമീ കണ്ണീർ മാത്രം. കൂടിയ തണലത്തു നിൻ അപദാനം പാടിപ്പാടി ഞാനെൻ ജന്മത്തിനു സാഫല്യം നേടിക്കൊള്ളാം. സാരഭക്തി മാർഗത്തിലൂടെ തൻ പ്രഭം ചെയ്ക സാരഥേ തെളിച്ചാലും എൻ മനോരഥം കൂടി. സാരഥേ തെളിച്ചാലും എൻ മനോരഥം കൂടി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 1960കളിൽ ഗാന്ധി സേവാ സദനത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനത്തിനായി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ വരികൾ ഇപ്രകാരത്തിൽ സംഗീത സംവിധാനം ചെയ്ത് പ്രാർത്ഥനാ രൂപത്തിൽ പാടുകയുണ്ടായി. മരിച്ചുപോയ എൻ്റെ അമ്മ. അന്ന് രജനിയെ എന്ന് പാടേണ്ട ആ വാക്ക് കൃത്യമായി അറിയാതെ ജനനിയെ എന്നോ മറ്റോ പാടി ജി ശങ്കരക്കുറുപ്പ് അത് ആ സ്റ്റേജിൽ നിന്ന് തന്നെ തിരുത്തി കൊടുത്തു. ജനനിയെ അല്ല രജനിയെയാണ് എന്നത്. ആ വരികൾ എനിക്കിവിടെ ഇന്ന് പാടാൻ എനിക്കിവിടെ ഇന്ന് പാടാൻ തോന്നുന്നത് അല്ലെങ്കിൽ തോന്നിയത്. ഞാനിത് തയ്യാറായി വന്നതൊന്നുമായിരുന്നില്ല. ലോകമെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മുൻപുള്ള പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ ഇത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിരുകൾ ഭേദിച്ച് നിത്യനാം സത്യാത്മാവേ എന്ന് ശങ്കരക്കുറുപ്പ് പറഞ്ഞതുപോലെ ഈ സത്യാത്മാവിനെ കണ്ടെത്താനും അതിനെ പ്രണമിക്കാനുമുള്ള ഒരു ലോകവും ഒരു കാലവും സംജാതമാകണമേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 5ാം ക്ലാസ്സിലോ മറ്റേ ആൾജിബ്ര പഠിപ്പിക്കാൻ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സായിട്ട് പഠിപ്പിക്കാൻ പോയ സമയത്ത് ഞാൻ ആ കുട്ടികളുടെ മുൻപിൽ ആദ്യമായിട്ടാണ് ഒരു അധ്യാപകനായി ചെല്ലുന്നത്. കാരണം ഡെമോ ക്ലാസ്സാണ്, അവരുടെ സ്ഥിരം അധ്യാപകനല്ല ഞാൻ. അപ്പോൾ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം = A, പെൺകുട്ടികളുടെ എണ്ണം = B, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു ആകെ എണ്ണം A+B എന്ന് ഞാൻ ബോർഡിൽ എഴുതിയപ്പോൾ കുട്ടികളൊക്കെ പാടെ ബഹളം കൂട്ടി. ആൺകുട്ടികളുടെ എണ്ണം = X, പെൺകുട്ടികളുടെ എണ്ണം = Y എന്നാണ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് കാരണം A, B ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അവസാനം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ 40-45 മിനിറ്റ് മാത്രമാണ് അവരുടെ മുൻപിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അവരെ ആ ക്ലാസ് മുഴുമിപ്പിക്കണമെങ്കിൽ അവരുടെ എൻ്റെ കയ്യിൽ എടുക്കണമെങ്കിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ ആൺകുട്ടികളുടെ എണ്ണം X-ലേക്ക് മാറി, പെൺകുട്ടികളുടെ എണ്ണം Y-ലേക്ക് മാറി. ആ ക്ലാസ് മുഴുവൻ എടുക്കാൻ സാധിച്ചു.
ഈ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ചിന്തകളിൽ നിന്നും കൂടുതൽ വലിപ്പമൊന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈശ്വരൻ്റെയും മറ്റും പേരിൽ ഇങ്ങനെ തമ്മിൽ കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ആ സങ്കല്പത്തിൽ കൂടെ നമ്മൾ എയുടെയും എക്സിൻ്റെയും മൂല്യം കണ്ടെത്താനാണ് നമ്മൾ ഈ എക്സിനെ പിടിക്കുന്നത് അല്ലെങ്കിൽ എയിനെ പിടിക്കുന്നത് എന്ന് ആൾജിബ്രയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്ത മനുഷ്യതയുടെ മുൻപിലാണ് സങ്കടപൂർവ്വം ഞാനും നിങ്ങളും നമ്മളും നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു കാര്യത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം 23ഓളം പുതിയ ആട്ടക്കഥകൾ എഴുതി ഞാൻ രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പഴയ പുരാണങ്ങളിലത്തെ കഥകളെ പുതുതായി വ്യാഖ്യാനിച്ചവയാണ് അതിൽ പലതും. ജൂലിയസ് സീസറിൻ്റെ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ അടക്കം ഞാൻ കഥകളിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭരത് ഭവനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്നെ പരിഗണിക്കുന്നതിനേക്കാൾ എൻ്റെ വർക്കുകളെ കൂടെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ അറിയപ്പെടേണ്ടത് എൻ്റെ വർക്കുകളിൽ കൂടെയാണ്. അല്ലാതെ എനിക്ക് സ്വന്തമായൊരു അസ്തിത്വം, അതിൽ നിന്നും അതീതമായൊരു അസ്തിത്വം ഉണ്ടാവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വലിയ കാര്യവുമില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ശാപമോചനം എന്ന ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ആട്ടക്കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഹവായ് യൂണിവേഴ്സിറ്റി പ്രസ്സിൻ്റെ ഏഷ്യൻ തിയേറ്റർ ജേണലിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അതുപോലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ദ്വൈമാസികത്തിൽ ഞാൻ എഴുതിയ മാഗധേയം എന്ന പുതിയ ആട്ടക്കഥയെക്കുറിച്ച് 10-20 പേജുള്ള റീഡിഫൈനിങ് ഫെമിനിൻ എന്ന പേരിൽ അവർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതുപോലെ ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ കർണപരിത്യാഗത്തെക്കുറിച്ച് വേറൊരു ഇൻ്റർനാഷണൽ ജേണലിലും അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളും അതുപോലെ റിവ്യൂകളും വന്നിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയിലോ ഭാഷാഭൂഷണിയിലോ എൻ്റെ ഒരു വർക്കുകളെക്കുറിച്ചും ഒരു പരാമർശവും ഇന്നേ വരെ വന്നിട്ടില്ല എന്നത് എനിക്ക് കൗതുകമുണ്ടാക്കുന്നു. എനിക്കതിൽ തമാശയും തോന്നാറുണ്ട്. അതല്ല കാര്യം. എന്തായാലും ഇത്തരം ഒരു പുതിയ എൻ്റെ കലയിൽ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു കലാരൂപത്തിലാണ് ഞാനിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നെ കൂടുതൽ ശക്തനാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വർക്കുകളെ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൽ എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല, തോന്നരുതേ എന്ന് എനിക്ക് പ്രാർത്ഥനയുമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എൻ്റെ അച്ഛൻ ശ്രമിച്ചതുപോലെ കലാലോകത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എൻ്റെയും ചുമതലയാണ്. അതിന് ഞാൻ യുദ്ധം വെട്ടുക തന്നെ ചെയ്യും എന്നെനിക്കറിയാം. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരം എഴുത്തച്ഛൻ്റെ രാമായണം വായിച്ചാൽ മതി, ചുള്ളിക്കാടിനെ വായിക്കേണ്ടതില്ല, അയ്യപ്പനെ വായിക്കേണ്ടതില്ല എന്നൊരു സമൂഹം പറയുകയാണെങ്കിൽ ആ സമൂഹത്തിന് ഞാൻ വോട്ട് ചെയ്യുന്നതല്ല. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്നെ ഇത്രയും മഹത്തായ അല്ലെങ്കിൽ ഇത്രയും ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ പരിഗണിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളോടും പിന്നെ ഓണക്കൂർ സാറേയും മ്യൂസ് മേരി അവരുടെയും ഒക്കെ അവരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു കഥകളിക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഞാൻ ആൾറൗണ്ടറൊന്നും ആണെന്ന് എനിക്ക് ഒരു തവണ മോഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ മോഷ്ടാവാക്കരുതേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കുറേ കാര്യങ്ങളിൽ പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെ എല്ലാ കലകളിലുമുള്ള സകല കലാവല്ലഭൻ എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ പറയരുതേ എന്ന് ഞാൻ അവരോട് പറയാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ നന്ദി എല്ലാവർക്കും രേഖപ്പെടുത്തുകയാണ്.
ഞാൻ തുടക്കത്തിൽ ഈ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത ആലപിക്കാൻ തുടങ്ങിയത് കാരണം ഈ വേദിയിലിരിക്കുന്നവരെ മുഴുവൻ അഭിസംബോധന ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഞാൻ അവരെ എല്ലാവരെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ വാക്കുകളെ കൊണ്ടുള്ള നമസ്കാരങ്ങളും പ്രണാമങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. വേദിയിലുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വീക്ഷണങ്ങളും എനിക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത അദ്ദേഹം അതിമനോഹരമായി ആലപിച്ചു. നല്ല വാക്കുകൾക്കും ഏറെ നന്ദി. ഡോക്ടർ സദനം ഹരികുമാർ സർ, പ്രിയ വിമല മേനോൻ, വിമല ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. കാരണം ഞാൻ പത്മശ്രീയോ പത്മവിഭൂഷണോ ഒന്നും വാങ്ങാതെ തന്നെ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച 3 കലാകാരന്മാരും എൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. അവർക്ക് ഈ പറഞ്ഞ വ്യക്തിത്വം എല്ലാം കിട്ടി. അതിനൊരു കാരണം ഓണക്കൂറ് സാറ് വിമൽ ടീച്ചറുടെ ശിഷ്യരാരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയം ചോദിച്ചതിനൊരു മറുപടി. അവർ കാവാലം നാരായണപ്പണിക്കരുടെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന്, അന്ന് അവർ MA ഇംഗ്ലീഷ് ഇത് പഠിച്ച് തീർന്ന കാലഘട്ടം, എൻ്റെ വീട്ടിൽ വന്ന് അന്ന് ഒരുപാട് കലാകാരന്മാർ, നമ്മുടെ ഓണക്കുറവ് സാറ് പറഞ്ഞ മാതിരി ഒരുപാട് മോഹിനിയാട്ടം കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ വരികയും എന്നിൽ കൂടി ആ പറയുന്ന കല എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളെല്ലാവരും പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തി എന്ന് പറയുന്ന ആദരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അംശം വിമല ടീച്ചർക്കുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ കനകറിലെയും വീട്ടിൽ കൊണ്ടുവന്നത് കാവാലം നാരായണപ്പണിക്കര. പക്ഷേ കനകരയ്ക്ക് ഒരു ഗുണം കിട്ടിയത്, എൻ്റെ 2 സ്റ്റുഡൻസിൻ്റെ ആദ്യാവസാനമുള്ള എല്ലാ അടവുകളും അവർ പ്രോസസ്സായിട്ട് എടുത്ത്, അന്ന് വെറുതെ ഇത് വീഡിയോ ഒന്നുമില്ല, വെറുതെ അവരുടെ കയ്യിലുള്ള ക്യാമറ വെച്ച് എടുത്ത്, അതിൻ്റെ ഒരു ഉപകാരം എനിക്കിപ്പോൾ കിട്ടി. കാരണം അന്ന് അത്ര ബുദ്ധിയൊന്നുമില്ല വിമല ടീച്ചർക്ക്. അതായത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത കാലത്ത് പ്രയോജനം ഉണ്ടാവും. പക്ഷെ ആ ഒരു കഴിവുകൊണ്ട് അന്ന് കനകറിയിൽ അതെടുത്ത് എന്നോട് ആ ആന്തോളന മുദ്രകളും എല്ലാം പഠിക്കാനുള്ളൊരു ഇത് കാണിച്ചത് കൊണ്ട് അന്ന് എനിക്ക് എടുത്തിട്ടുള്ള പാഠങ്ങൾ ഇന്ന് എനിക്ക് ഉപകാരപ്രദമായി. അങ്ങനെ 2ാമത്തെ ശിഷ്യ. 3ാമത് ഭാരതി ശിവാജി എൻ്റെ അടുത്ത് വരുന്നത് കാവാലം നാരായണ സാറിനെ കൊണ്ടുവരുന്നത്. പക്ഷേ സാറായിട്ട് ചെറിയൊരു നീരസം ഭാരതിക്ക്. പക്ഷെ സാറിൻ്റെ 2 മരുമക്കൾ കാർത്തികയും സിന്ധു എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഭാരതിക്ക് അറിയാം വിമല ടീച്ചറുടെ അടുത്താണ് അവർ പഠിക്കണമെന്ന്. പക്ഷെ 15 വയസ്സിൽ പരിചയപ്പെട്ടതാണ് ഞാൻ കാവാല സാറിനെ. അപ്പം ആ സാറിൻ്റെ ഒരു ഗുരുത്തക്കേട് എനിക്ക് ഏൽക്കാൻ ഇഷ്ടമല്ല. അതായത് കലാമണ്ഡലത്തിൽ പാസ്സാവുമ്പോൾ, അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ട് മോഹിനിയാട്ടം കളിക്കുമ്പോൾ, ഈ പറഞ്ഞ ടൗൺ ഹാളിൽ എന്നെ മോഹിനിയാട്ട നർത്തകിയായിട്ട് കാണുന്നത് കാവാലം നാരായണപ്പണിക്കർ സാറാണ്. അദ്ദേഹം തന്നെയാണ് സംഗീതനാടക അക്കാദമിയുടെ അവാർഡ് എനിക്ക് തന്നതും ഉപാധ്യക്ഷനായ സമയത്ത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഭാരതി, എനിക്ക് സാറിനെ മുഷിപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, പക്ഷേ ഞാൻ എൻ്റെ കുട്ടിയോടെ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം, ടീച്ചർ ചവിട്ടി കാണിച്ച് മുളക്കൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എല്ലാവർക്കും പത്മശ്രീയും പത്മവിഭൂഷണം കിട്ടിയ ഒരു വലിയൊരു ഗുരുവാണ് ഞാനിപ്പോൾ വിശ്വസിക്കണം. എനിക്ക് കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. പക്ഷേ അവരുടെ ഒരു ഒത്തൊരുമ കാണിച്ച് എൻ്റെ മകന് തുല്യമായ പ്രമോദ് പയ്യന്നൂർ ഇത്രയും
വളരെ കഴിഞ്ഞ കൊല്ലം മുതൽ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഈ കാര്യം. പക്ഷേ എന്നെ ഇതിനെ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കൂടി എനിക്ക് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അതിനൊരു അംഗീകാരം വിമല ടീച്ചർക്ക് തന്നു. നമ്മുടെ ഓണക്കൂർ സാറ്, സൂര്യകൃഷ്ണമൂർത്തി, സദനം ഹരി, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ജഡ്ജ്മെൻറ്റിന് ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു പരിചയമുണ്ട് എനിക്ക്. അതുമല്ല അന്ന് എന്നോട് പറഞ്ഞു, ടീച്ചർ എൻ്റെ ഒരു ഇതുണ്ട്, അതൊന്ന് കമ്പോസ് ചെയ്യണം എന്ന് പറയാം. പക്ഷെ ഇപ്പം ഞാൻ ചോദിച്ചു, അത് ഞാൻ മറന്നുപോയി ടീച്ചർന്ന്. അപ്പോൾ എന്നേക്കാളും പൈസ ഉണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു ഹരിക്ക്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എന്നോട് പറഞ്ഞു, ടീച്ചർ ഞാൻ തരാം അത് കമ്പോസ് ചെയ്യാൻ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നമ്മുടെ സഹോദരി മേരിയോടാണ്. എന്തായാലും ഒരു സ്റ്റെപ്പെങ്കിലും ഞാൻ മേരിയെ മോഹിനിയാട്ടം പഠിപ്പിക്കും, ഉറപ്പാണ്. അത് എവിടെ വരണ്ടേന്ന് എന്നോട് പറഞ്ഞാൽ മതി, ടീച്ചർ അവിടെ വരും. ഇത്രയും അധികം ഞാൻ ശ്രീനിവാസ സാറിനോട് പറയാം, ഇത്ര അധികം ലയിച്ച് മോഹിനിയാട്ടം എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇത്രയും ഉൾക്കൊള്ളിച്ച് അത് പറഞ്ഞപ്പോൾ ആ കുട്ടി ഞാനൊരു ശിഷ്യയായിട്ട് അംഗീകരിക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് ഒരു സ്റ്റെപ്പെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ പ്രമോദ് പയ്യന്നൂരിനോട് ഞാനും ഓണക്കൂർ സാർ പറഞ്ഞ മാതിരി വലിയൊരു വാണിയും കൊടുത്തിരുന്നു, ഒരു അമ്മ എന്ന ലെവലിൽ. അത് അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കണത്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ പറയുന്ന സേവ്യർ സാറായാലും നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുട്ടികളും, അതായത് ഭാരതഭവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും അവരുടെ ആ ഒരു ഒത്തൊരുമയും അവരെന്നോട് സഹകരിക്കുന്നതും കണ്ടിട്ട് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കലാമണ്ഡലം വിമല മേനോൻ ടീച്ചറുടെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് ഏറെ നന്ദി. മിസ് മേരി മാഡത്തിൻ്റെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി ലഭിച്ചിരിക്കുകയാണ്. വിമല ടീച്ചറുടെ ശിഷ്യയായി മോഹിനിയാട്ടം അഭ്യസിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി. ഏറെ നന്ദി. ഔപചാരികമായ ചടങ്ങിന് നന്ദി പറയുവാനായി ഡോക്ടർ അനിത ഹെഗ്ഡെ, കർണാടക അസോസിയേഷൻ സെക്രട്ടറിയെ സാദരം ക്ഷണിക്കുന്നു. മാഡം. Good evening to all. On behalf of the Thiruvananthapuram Kannada Association, I am delighted to be the part of this beautiful occasion and to present my vote of thanks for this wonderful evening of the celebration, culture and heritage. First and foremost, I would like to extend my heartfelt gratitude to all the artists and performers who brought their dedication, discipline and passion to the stage. Your mesmerizing performances transported us into a world of divine art. We are truly honored by your presence and performance. I thank our esteemed chief guest, Professor Dr. Muse Mary George, Malayalam critic, writer and poet and teacher, for gracing this occasion with your presence. Your support continues to inspire us and Muse Mary. Muse Mary. Yeah? Muse means goddess of art. Yeah, Muse Mary. Yeah, Muse Mary. Yeah. Your support continues to inspire us and your words of wisdom have enriched our event today. I would like to extend my sincere thanks to our esteemed guest, Professor George Onakko, a writer, Shri Surya Krishnamurthy, an artist, humanist and scientist, Shri Sadanam Harikumar, a Kathakali artist and musician, Director and Principal of Kerala Natya Academy Classical Dance Instructor and author Guru Kalamandalam Vimala Menon. Thanks to Padma Shri Darshana Jhaveri, a classical Manipuri dancer, research scholar and teacher who has given
tributary speech on Guru Vibin Singh through online. A special thanks to Dr. Pramod Payanur, the member secretary of Bharat Bhavan, whose constant support and commitment made this festival possible. Thanks to Advocate Robin Xavier for his meticulous planning, coordination, and attention to every detail were evident in every aspects of this event. Your efforts behind the scenes are deeply appreciated. I also want to express our appreciation to technical team, stage managers, and support staff, also the video and audio. From lighting to sound, you have ensured that each performance was presented in its full glory, creating the perfect ambience for us to enjoy. I would also like to thank each and every one of you for being here and making this day a wonderful and memorable one. Tonight, we have been privileged to witness the beauty and grace of Manipuri classical dance and Satriya dance to show our Northeast state rich traditions and artistic excellence. May the divine blessings of dance and music continue to enrich our lives, and may the spirit of this wonderful occasion live on in our collective consciousness. Let us continue to support and celebrate the rich heritage of Indian classical dance. Wishing you all a pleasant evening ahead. Thank you all once again. Thank you. പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സെക്കൻഡ് എഡിഷൻ രണ്ടാം ദിനത്തിലെ ഔപചാരിക പരിപാടി സമാപിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് ഭവൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും അല്പസമയത്തിന് ശേഷം മണിപ്പുരി ഡാൻസ് ആരംഭിക്കുന്നതാണ്. കാണുക, പ്രോഗ്രാം ആസ്വദിക്കുക, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി.